വെൽക്കം ടു ഹെൽത്ത് ടോക്സ്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഭൂമി നേച്ചർ ക്യൂർ ആൻഡ് വെൽനസ് ചീഫ് കൺസൾട്ടൻറ്റ് ഡോക്ടർ ഉമർ മുക്താറാണ്. അദ്ദേഹം ഒരു ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആണ്. നമുക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ല സൊല്യൂഷൻസ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യങ് ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് കടക്കാം. ഡോക്ടർ ഉമർ, വെൽക്കം ടു ഹെൽത്ത് ടോക്സ്. താങ്ക് യു. സോ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എങ്ങനെയാണ് ഈ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആ ജേണി, അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ നമ്മൾ ക്ലിനിക്കിലെ സ്പെഷ്യലൈസേഷൻസ് എന്തൊക്കെയാണ്? ഞാൻ പഠിച്ചിറങ്ങുന്നത് 2019 പഠിച്ചത് യുനാനി മെഡിസിനാണ്. അപ്പോൾ കേരളത്തിൽ ഞാനിപ്പോൾ ട്രെൻഡേ വരുന്ന ഒരു ചികിത്സാ രീതിയാണ്. സംഭവം ഒരുപാട് പഴക്കമുള്ള ചികിത്സാ മെത്തഡാണെങ്കിൽ പോലും 2015 10 വർഷം മുന്നെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജ് വരുന്നത്. അപ്പോൾ എൻ്റെ ബാച്ച് വരെയുള്ള പിള്ളേരൊക്കെ പുറത്ത് പോയിട്ട് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 ക്ലിനിക്കുണ്ട്. നിലവിലൊന്നുള്ളത് പട്ടാമ്പിക്കടുത്ത് കൂറ്റനാട്, മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിലെ വടക്കേക്കാട്. ജനറൽ ഫിസിഷ്യൻ ആണെങ്കിലും നമ്മുടെ അടുത്ത് കൂടുതൽ അപ്രോച്ച് ചെയ്യുന്ന കേസുകൾ എന്ന് പറയുന്നത് ഈ ഓർത്തോ അല്ലെങ്കിൽ സ്കിൻ കേസുകൾ, ഡെർമറ്റോളജി, അതുപോലെ വെരിക്കോസ് വെയിൻ, അൾസേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഫോക്കസിങ് ഏരിയ. ഈ യുനാനി ചികിത്സ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആയുർവേദം, നമ്മൾ ഈ പച്ചിലകൾ അല്ലെങ്കിൽ ചെടികൾ, അതേപോലെ യുനാനി എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ്? ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റ്സ് ആണ്. അപ്പോൾ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരൊക്കെ ഓത്ത് എടുക്കുന്നത് ഹിപ്പോക്രാറ്റിൻ്റെ ഓത്താണ്. യഥാർത്ഥത്തിൽ ഹിപ്പോക്രാറ്റ്സിൻ്റെ ചികിത്സാ രീതി യുനാനി ആയിരുന്നു. ഓക്കെ. ഗ്രീസിലാണ് യുനാനി ഉത്ഭവിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് ഗ്രീക്ക് മെഡിസിൻ എന്നും പറയാറുണ്ട്. പിന്നെ അത് അറബികൾ വഴി ഇന്ത്യയിലോട്ടെത്തി. സ്വാഭാവികമായിട്ടും അറബിക് മെഡിസിൻ എന്നും അതിന് പറയപ്പെടാറുണ്ട്. സിദ്ധാന്തപരമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് സാമ്യതകൾ ആയുർവേദമായിട്ട് ഇതിനുണ്ട്. അപ്പോൾ ആയുർവേദം ഇന്ത്യയിൽ ഉത്ഭവിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തോട്ട് പോയപ്പോൾ ഗ്രീസിൽ ഉത്ഭവിച്ചിട്ട് ഇന്ത്യയിലോട്ട് വന്നൊരു ചികിത്സാ രീതിയാണ് യുനാനി. പിന്നെ കൺസെപ്റ്റ് ബേസിൽ ഇപ്പോൾ ആയുർവേദം ത്രിദോഷ സിദ്ധാന്തം എന്ന് പറയും. വാദം, പിത്തം, കഫം. യുനാനിയുടെ അകത്ത് ഒരു എക്സ്ട്രാ ഒരു ഹ്യൂമറിലും കൂടെ ആഡ് ചെയ്യും. കറുത്ത പിത്തം എന്ന് പറയുന്ന ബ്ലാക്ക് ബൈൽ. അങ്ങനെ ഒരു വാദം, പിത്തം, രക്തം, ബ്ലാക്ക് ബൈൽ എന്ന് പറയുന്ന കറുത്ത പിത്തം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടി ചേർന്നിട്ടാണ് യുനാനി ഉള്ളത്. മെഡിസിൻസ് നോക്കുകയാണെങ്കിലും ഇതിനകത്തൊരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൻ്റെ അകത്തു നിന്നുള്ള ആസവങ്ങൾ, ത്രിഫല തുടങ്ങിയുള്ള സംഭവങ്ങൾ യുനാനി എടുത്തിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ആയുർവേദത്തിൻ്റെ പോലെ തന്നെയുള്ള ഒരു കൈൻഡ് ഓഫ് മെഡിസിൻസ് തന്നെയാണ്. ഒരു 60 to 70% പ്ലാന്റ് ഒറിജിൻ തന്നെയാണ്. പിന്നെ ഒരു 20% മിനറൽ ഒറിജിൻ, 20% നമ്മുടെ ഈ ആനിമൽ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പിന്നെ എൻ്റെ ഫോം ഓഫ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിൽസ്, ഗുളികകൾ, ക്യാപ്സ്യൂൾസ്, ലേഹ്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളത്. ലോക്കൽ ആപ്ലിക്കേഷൻസ്, ബാമുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ജലദോഷം മുതൽ ഇൻഫെർട്ടിലിറ്റി വരെയൊക്കെയുള്ള വൈഡ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവാണ്, കോസ്റ്റ് ബെനിഫിറ്റും കൂടിയാണ്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുട്ടുവേദന. ഒരുപാട് പേർക്ക് ഒരു 30+ ഒക്കെ ആകുമ്പോഴത്തേക്കും മുട്ടുവേദന വരും. ഇപ്പോൾ ഞാൻ ഡിഫൻസിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ സ്പോർട്സിൽ അല്ലെങ്കിൽ നമുക്ക് ഓട്ടം ഭയങ്കര കൂടുതലാണ്, ഓട്ടം, സ്റ്റാൻഡിങ് പരേഡ്സ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഡിസീസാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ മിലിറ്ററി ഹോസ്പിറ്റൽസ് പോയിട്ട് സർജറി കഴിഞ്ഞാൽ അഗൈൻ സം കേസസ് ലൈക്ക് അവർക്ക് പിന്നെ പെർമനൻ്റായിട്ട് മുട്ട് അനക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. ആക്ച്വലി എന്തായി മുട്ടുവേദന, എന്തുകൊണ്ടാണ് മുട്ടുവേദന വരുന്നത്? നല്ല ക്വസ്റ്റ്യാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് മുന്നേക്ക് മുട്ടുവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റിലേക്ക് വരുന്നൊരു ഫിഗർ ഒരു 60+ ആണ്. പക്ഷേ ആ കൺസെപ്റ്റ് മാറി. ഇപ്പോൾ മുട്ടുവേദന ഏത് പ്രായക്കാർക്കും വരുന്നുണ്ട്. മുട്ടുവേദന വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പോൾ അതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കാം. ശരീരത്തിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ജോയിൻ്റാണ് കാലിൻ്റെ മുട്ട്, നീ എന്ന് പറയുന്ന ജോയിൻറ്റ്. കാലിൻ്റെ ഏറ്റവും വലിയ ബോണായിട്ടുള്ള ഫീമർ ബോണ്, ടിബിയ, അതുപോലെ ചിരട്ട, പെറ്റലെന്ന ചിരട്ട, ഇത് 3 പാടെ കൂടി ചെന്നുള്ള ജോയിനാണ് മുട്ട്. ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ജോയിനാണ്. പക്ഷേ ഇതിൻ്റെ മേലെ ഒരുപാട് വെയിറ്റ് ലോഡാവും. സ്വാഭാവികമായിട്ടും ഭാരം താങ്ങുന്ന ജോയിൻ്റാണ്. അപ്പോൾ ഈ ഭാരം താങ്ങുന്ന സ്ഥലങ്ങളിൽ നീര് കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അമിതവണ്ണമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നീര് കെട്ടിൻ്റെ ചാൻസ് കൂടും. ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ജോലി, ഇപ്പോൾ ഒരു സാധാരണ നോർമൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യൻ 1 മണിക്കൂർ നിൽക്കുന്ന പോലെ ആവില്ല നല്ല വെയിറ്റുള്ളൊരു മനുഷ്യൻ അരമണിക്കൂർ നിൽക്കുന്നത്. ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ജോലി, ഇപ്പോൾ അധ്യാപകർ, ചുമട്ട തൊഴിലാളികൾ, ഇതേപോലത്തെ ഇങ്ങനെ ഈ എക്സ്ട്രാ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഏർപ്പെടുന്ന സ്പോർട്സ് പേഴ്സൺസ്, അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ മുട്ടിൻ്റെ മേലെ വരുന്ന ഇമ്പാക്റ്റുകൾ, ട്രോമ, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറീസ്, ഇതെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എന്തുകൊണ്ട് മുട്ടുവേദന വരുന്നുള്ളത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കണം. പല കാരണങ്ങളും മുട്ടുവേദന വരാം. ഇപ്പോൾ ഓൾറേജിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കാൽമുട്ടിൻ്റെ അകത്ത് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടി വരാതിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. നമ്മൾ മലയാളത്തിൽ മജ്ജ എന്നും ഇംഗ്ലീഷിൽ സൈനോ ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു ഫ്ലൂയിഡ് ഉണ്ട്. ലൂബ്രിക്കേഷൻ പോലെ ആക്ട് ചെയ്യുന്ന സംഭവമാണ്. ഇത് നഷ്ടപ്പെട്ടിട്ട് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടി വരയുന്ന കേസുണ്ട്. ഇതാണ് വളരെ കോമൺ കേസ്. നമ്മൾ മലയാളത്തിൽ എല്ല് തേയ്മാനം എന്ന് പറയും. ഇത് കാലം ചെല്ലുന്നതോറും നഷ്ടപ്പെട്ട് എല്ലുകൾ തമ്മിൽ കോൺടാക്റ്റിലേക്ക് വന്ന് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഒരഞ്ഞ് എല്ലുകൾ തമ്മിൽ തേഞ്ഞു പോകുന്ന കണ്ടീഷൻ. ഇതാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സന്ധിവാദം.
ഇതല്ലാത്ത കേസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സാധാരണ വരുന്ന ലിഗമെൻറ്റ് ഇഞ്ചുറീസ്, ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ പ്രോപ്പർ വാമപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കൃത്യമായ മെഷർമെൻറ്റ് എടുക്കാതെ, അതല്ലെങ്കിൽ ആക്സിഡൻ്റലി സംഭവിക്കുന്ന ലിഗമെൻറ്റ് ടീയേഴ്സ്. ഈ ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാടയാണ്. ഈ പാട പൊട്ടിപ്പോവാം, പാട കീറി പോവാം, ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ ലോക്കൽ എന്തെങ്കിലും വരുന്ന ഇഷ്യൂസ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒട്ടും കെയർ കൊടുക്കുക. ഇപ്പോൾ ലോങ് ഡ്രൈവ് ചെയ്ത ആളുകൾക്ക് കാൽമുട്ടുവേന വരാറുണ്ട്. അതൊരു നീരുകെട്ടാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് മടക്കി നിവർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറിക്കിട്ടും. ഇങ്ങനെ ഡിപ്പെൻസ് അപ്പോൺ ദി കേസാണ്. ഇപ്പോൾ വളരെ യങ് കുട്ടികളടക്കം മുട്ടുവേന കാണാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും. വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മുട്ടുവേനയുണ്ട്. എന്നാൽ വളരെ എണ്ണം പറഞ്ഞ ആളുകൾ ഗ്രോവിങ് പെയിൻ കാണും. ഇപ്പോൾ കുട്ടികൾ വളരുമ്പോൾ അസ്ഥികൾക്ക് വലുപ്പം വെക്കുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് സെക്കൻഡറി ടീത്ത് വരുമ്പോൾ നമ്മൾ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്ന അണപ്പൽ വരുമ്പോൾ വേന വരാറുണ്ട്. ഇതേപോലെ ചില കുട്ടികൾ വളരുമ്പോൾ ബോണി പെയിൻ കാണും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വിറ്റാമിൻ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് മുട്ടുവേന വരുന്നു എന്നുള്ളത് ഡിപ്പെൻസ് ആയിട്ടാണ് ചികിത്സ നടത്തേണ്ടത്. മുട്ടുവേന എന്ന് പറയുമ്പോഴേക്കും ഗുളിക കഴിക്കുന്നതിന് പകരം എന്തുകൊണ്ട് അത് റൂൾ ഔട്ട് ചെയ്ത് പ്രോപ്പർ മെഡിസിൻ കൊടുത്ത് മാറ്റിയെടുക്കാം. പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടോ മുട്ടുവേനയ്ക്ക്? ഡിപ്പെൻസ് അപ്പോൺ ദി കേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ എല്ല് തേയ്മാനത്തിന് 4 സ്റ്റേജുകളുണ്ട്. ഗ്രേഡ് 4 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റത്തെത്തി തേഞ്ഞ് ഇറിക്കവറബിളി അത് പക്ക തേഞ്ഞ് പോയിട്ടുണ്ടാവും. അത്തരം കേസുകൾക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നീ ട്രാൻസ്പ്ലാന്റേഷനാണ്. മുട്ട് മാറ്റി വെക്കേണ്ടി വരും. പക്ഷേ അതിനകത്തൊരു കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാലൊരു ഗുണം പിന്നീട് മുട്ടുവേദന ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഒരു 90% കേസിൽ ഇത് ഓക്കെയാണ്. 90% ആളുകൾക്കും എന്താണ് മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ല. പക്ഷെ അപ്പോൾ 10% ബാക്കിയുണ്ട്. ഇപ്പോൾ നമ്മളടുത്ത് പോലും മുട്ട് മാറ്റി വെച്ചിട്ട് പെയിനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ എന്തിനു ചികിത്സിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കോട്ട് എടുക്കുന്നുണ്ട്. മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് മുട്ടുവേദന ഉണ്ടാവില്ല. മുട്ട് മാറ്റി വെക്കാൻ നമ്മൾ പെയിൻ കില്ലർ കഴിക്കുകയാണെങ്കിലും ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് സെയിം ആണ്. അപ്പോൾ മുട്ടുവേദന കുറക്കാൻ മാത്രമായിട്ട് മുട്ട് മാറ്റി വെക്കേണ്ടതുണ്ടോ? സേഫസ്റ്റ് ആയിട്ടുള്ള അനാലിസിസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, മുട്ട് മാറ്റി വെക്കാതെ മാനേജ് ചെയ്യാം. ഇത് രണ്ടും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എത്ര കാലത്തോളം അനാലിസിസ് കഴിക്കാൻ പറ്റും ഈ ഒരു വിരോധാഭാസത്തോടെ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു വിധമുള്ള എല്ലാ കേസുകളും ഇപ്പോൾ ഗ്രേഡ് 1 to 2 വരെയൊക്കെയുള്ള കേസുകൾ നമുക്ക് എന്ത് ചെയ്യാം, മെഡിസിൻ കൊടുത്തിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. 100% റിക്കവറബിൾ ആണ്. ഈ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെയിൻ മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ ഡോക്ടറുടെ. അതെ. എന്താ ശരിക്കും പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പെയിൻ മാനേജ്മെൻറ്റ് തന്നെ പെയിൻ കില്ലർ കഴിക്കുന്നു എന്നുള്ളതാണല്ലോ. പെർമനൻറ്റ് സൊല്യൂഷൻ നമുക്ക് എല്ലാത്തിനും വേണ്ടത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ലോങ് എന്നൊക്കെ പേഷ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എന്നൊക്കെ ഒരു പേഷ്യൻറ്റ് വരികയാണ് മുട്ടുവേദന കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേദനയാണ് പ്രശ്നമെങ്കിൽ കോഴിക്കോട് എന്തെങ്കിലും ഫാർമസിയിൽ നിന്ന് ഗുളിക വാങ്ങി കഴിച്ചാൽ മതി. ഇത്രയും ദൂരം വന്നിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെയിൻ മാറൽ മാത്രമല്ല, എന്താണോ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ മേജർ ഷെയർ മുസ്ലിം പേഷ്യൻസ് ആയിരിക്കും. ആ ഒരു ജോഗ്രഫിയുടെ ഇതാണ്. അപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 5 നേരം നിസ്കരിക്കേണ്ടത് കൊണ്ട് അവർക്ക് മുട്ടുവേദന ഭയങ്കര ഒരു ക്രൂഷ്യൽ സംഭവമാണ്. അപ്പോൾ അവർക്ക് മുട്ട് മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുട്ടുവേദന മാത്രം മാറിയാൽ പോരാ, പെയിൻ എന്നുള്ള സംഭവം മാത്രം മാറിയാൽ പോരാ, അവർക്കത് ഫങ്ഷനിങ് കൂടെ ആവണം. അപ്പോൾ ഞാനും അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ പെയിൻ മാത്രം മാറലല്ല, എന്താണ് അവർക്ക് മുടങ്ങിക്കെടുക്കുന്നത് അത് തിരിച്ച് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്ക് മുട്ട് മടക്കാൻ പറ്റുന്നില്ല, അത് മടക്കി കിട്ടലാണ് ചികിത്സ. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റണം, അവരെ പഴയ പോലെ സുജൂദ് ചെയ്യിപ്പിച്ച് അതിൻ്റെ എല്ലാ പരിപൂർണതയിലേക്കും എത്തിച്ച് റിക്കവറബിൾ ആക്കുമ്പോഴാണ് ആ കേസ് സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് വെറും പെയിൻ മാത്രം മാറലല്ല, ഫങ്ഷനിങ് കൂടെ പ്രോപ്പറായി കൊടുക്കുക എന്നുള്ളതാണ്. ഈ പെയിൻ അല്ലെങ്കിൽ മുട്ടുവേദന പോലുള്ള അല്ലെങ്കിൽ എല്ല് തേയ്മാനം ഇതൊക്കെ വരുമ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് വർക്ക് ചെയ്യുമോ? ന്യൂട്രീഷൻ ഇപ്പോൾ ഒരു മുട്ടുവേദനക്ക് നമ്മൾ പൊതുവെ അലോപ്പതി ആയാലും സപ്പോർട്ടീവ് സിസ്റ്റങ്ങളായാലും ഗ്ലൂക്കോസാമിൻ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ അതിനകത്ത് ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഓസ്ട്രിച്ചിൻ്റെ എക്ഷ്യല് വരെ കൊടുക്കുന്നുണ്ട് മുട്ടും ഇതാക്കാൻ വേണ്ടിയിട്ട്, പഴയ പോലെ ഫ്ലൂയിഡ് റീഫില്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പരിധി വരെ അത് ഓക്കെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏത് സ്റ്റേജിൽ നിൽക്കും എന്നുള്ളതാണ്. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ മുട്ടിൻ്റെ അകത്ത് മജ്ജ വരാനുള്ള മെഡിസിൻസ് കൊടുത്താൽ തന്നെ ഒരു പരിധി നമുക്ക് എന്താക്കാൻ പറ്റും, അതിനെ തിരിച്ചു പിടിക്കാനും നോർമലാക്കാനും പറ്റും. ഓക്കെ. നമ്മുടെ ഈ വെരിക്കോസ് വെയിൻ ഒക്കെ ഞാൻ സ്റ്റാൻഡിങ് പ്രോബ്ലംസ് പറയാം. കൂടുതൽ പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രോബ്ലംസിലൊന്നാണല്ലോ വെരിക്കോസ് വെയിൻ. ഇന്ന് ഒരുപാട് പേർക്ക് അത് വരുന്നുണ്ട്, ഹെറിഡിറ്ററി ആയിട്ടും ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. എന്താണ് ഈ വെരിക്കോസ് വെയിൻ ആക്ച്വലി? എന്താ ഇതിന് പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടോ? ഈ മുട്ടുവേദന വെരിക്കോസ് വെയിൻ തമ്മിലുള്ളൊരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാലും നടന്നു കഴിഞ്ഞാലും ഉണ്ടാകുന്നൊരു അസുഖം കൂടിയാണ്. ഹെറിഡിറ്ററി ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒന്നൊരു അനാട്ടമിക്കൽ ഡിഫക്റ്റും കൂടിയാണ്.
ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ പാദം തൊട്ടിട്ട് തല വരെ ബ്ലഡ് ഫ്ലോ ഉണ്ട്. നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്ന സമയത്ത് താഴെ നിന്ന് ബ്ലഡ് തലയിലോട്ട് അല്ലെങ്കിൽ ഹാർട്ടിലോട്ട് പമ്പ് ചെയ്യാൻ കുറച്ചും കൂടെ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ അത് സ്ഥിരമായി കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിൻ്റെ അകത്തുള്ള മൈനർ വാൾവ്സുകൾക്ക് ഡാമേജ് സംഭവിക്കുകയും അതിൻ്റെ അകത്ത് ബ്ലഡ് കട്ട പിടിച്ച് ഈ ബൾജിങ് സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതൊരു പെർമനൻറ്റ് ഡാമേജ് ആണെന്ന് പറയുമെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ മോഡേൺ മെഡിസിനിലൊക്കെ സ്ക്ലീറോതെറാപ്പി, ലേസർ തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്ന ചോദ്യം പെർമനൻറ്റ് ക്യൂർ ഉണ്ടോ. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ട്രീറ്റ് ചെയ്യണമെന്ന് പോലെ ഇരിക്കും. ഇപ്പോൾ എല്ല് പൊട്ടിയ ഒരാൾ, അയാൾ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറച്ചു പോകും. പ്ലാസ്റ്ററിൻ്റെ അകത്ത് ഒന്നുമില്ല, അതൊരു ഇമ്മൊബിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. നമ്മളത് കൃത്യമായിട്ട് കൈ അനക്കുകയാണെങ്കിലോ അതോ ഒരിക്കലും കൂടി ചേരില്ല, അതിന് പിന്നെ മാലൂണിയം സംഭവിക്കും. ഇതേപോലെ വെരിക്കോസ് വെയിന് മരുന്ന് കുടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാൾ നൃത്തം കുറയ്ക്കുന്നില്ലെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എത്രത്തോളം കെയർ ചെയ്യണമെന്ന് പോലെ ഇരിക്കും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ നിൽക്കൽ കൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നതെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ചുമട്ട് തൊഴിലാളികൾ, അധ്യാപകർ, ഇതേപോലത്തെ ആളുകൾക്ക് വെരിക്കോസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് നിൽക്കൽ കുറക്കും, ചിലപ്പോൾ അവർ ജോലിയുടെ ഭാഗമായിരിക്കും. അത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കണം നേരത്തെ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെറുതെ കാല് 90 ഡിഗ്രിയിൽ കട്ടിലിൻ്റെ മേലെ നമ്മൾ മലർന്ന് കിടന്ന് ചുമലോട്ട് കയറ്റി വെക്കുക. അപ്പോൾ ഈ ബാക്ക് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനും നമുക്ക് ഇതേപോലെയുള്ള അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാനും പറ്റും. പിന്നെ ഇത് ചുങ്ങിപ്പോലുള്ള മെഡിസിൻസ് കൊടുത്ത് ഇപ്പോൾ യുനാനി തന്നെയുള്ള ഒരു ഫസദ് എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. ഇംഗ്ലീഷിൽ വെനസെക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ പൂളിംഗ് ഓഫ് ബ്ലഡ് നിൽക്കുന്ന വെയിൻസിൻ്റെ അകത്ത് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ആ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. അത് മന്തിലേക്ക് ഒരു വട്ടം എടുത്ത് പ്രോപ്പർ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ ആക്ച്വലി നമ്മുടെ റിവേഴ്സ് ബ്ലഡ് ഫ്ലോനെയല്ലേ ബാധിക്കുന്നത്, താഴെ നിന്ന് മുകളിലേക്കുള്ള പമ്പിങ്ങിനല്ലേ ബാധിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് നമ്മളുടെ ഒരു ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP കൂടുന്നതിൻ്റെ അങ്ങനെ പറഞ്ഞുകൂടാ. ഇപ്പോൾ BP കൂടുന്നതിൻ്റെ അകത്ത് ഇപ്പോൾ ഉപ്പ് കഴിച്ചാൽ BP കൂടുമെന്ന് പറയും. ഇതിൻ്റെ അകത്തൊരു മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളതിനെ മെഡിക്കൽ ടൈമിൽ റെനിൻ ആൻജിയോടെൻസിസ് മെക്കാനിസം എന്ന് പറയും. സോഡിയം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വാസോ കൺസ്ട്രക്ഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതും വെരിക്കോസ് വെയിനുമായിട്ടും ബന്ധമില്ല, അത് രണ്ടും രണ്ടനെയാണ്. പക്ഷേ വെരിക്കോസിന് ഒന്നും കൂടെ നമ്മൾ ഓക്യുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. BP അങ്ങനെ തന്നെയാണ്, പക്ഷേ അതിനകത്ത് ഡയറ്റാണ് പ്രധാനമെന്ന് മാത്രം. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ തലവേദന ഒരുപാട് പേർക്ക് കാണുന്നൊരു കാര്യമാണ്. പക്ഷേ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുന്ന സിനാരിയോസും സംഭവിക്കാറുണ്ട്. തീർച്ചയായിട്ടും. എന്താണ് ഈ തലവേദന, എന്താണ് മൈഗ്രെയിൻ, നമുക്ക് എങ്ങനെയാണ് ഇത് അറിയാൻ പറ്റുന്നത്? മൈഗ്രെയിൻ അതുപോലെ തന്നെ ക്യൂർ ഉണ്ടോ? തലവേദന എന്ന് പറയുന്നത് വലിയൊരു ടേമാണ്. നമുക്കതിന് ഒന്നും കൂടി ഫോക്കസ് ചെയ്യുമ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം അതിന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ തലവേദന ഒരുപാട് റീസൺസ് കൊണ്ട് വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് നേരം സൺ എക്സ്പോഷറായി, ഒരുപാട് വെയിൽ കൊണ്ടു തലവേദന വരാം. അല്ലെങ്കിൽ നമുക്ക് നല്ല ഡീഹൈഡ്രേഷൻ ഉണ്ടായി തലവേദന വരാം. ഇതും മൈഗ്രെയിനുമായിട്ടും ആൾക്കാർ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാറുണ്ട്. മൈഗ്രെയിൻ ഒന്നും കൂടെ നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കൂടുതൽ അബ്ഡോമിനൽ മൈഗ്രെയിൻ തന്നെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഫോബിയ, വെളിച്ചം പറ്റാത്ത പ്രശ്നം, അതല്ലെങ്കിൽ മിസോഫോണിയ, ശബ്ദം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ, ഇതൊക്കെ കൂടുതലും ഈ മൈഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് ആണ്. ചില ആളുകൾ പറയാം, ഇപ്പോൾ പേഷ്യൻസ് തന്നെ ഒന്ന് പറയും, ഡോക്ടറെ തലവേദന വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങിയിട്ട് ശരിയാവും, അല്ലെങ്കിൽ ഒന്ന് നോഷ്യ, ഛർദ്ദിക്കാൻ വരും, ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഗട്ട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അത് പ്രോപ്പറായിട്ട് ക്യൂർ ആക്കുകയാണെങ്കിൽ, ഒരു പിത്തം കുറയ്ക്കാനുള്ള മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ ആ തലവേദന മാറി കിട്ടും. പിന്നെ ചില തലവേദനകൾ നമ്മുടെ തലയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഇപ്പോൾ കഫക്കെട്ട് കൊണ്ട്, സൈനസൈറ്റിസ് പോലത്തെ അസുഖം കൊണ്ട് വരുന്ന തലവേദനകളുണ്ട്. അപ്പോൾ അത് റോൾ ഔട്ട് ചെയ്ത് പ്രോപ്പർ മെഷർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് മാറാവുന്ന അസുഖമാണ് ഈ മൈഗ്രെയിൻ. ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ഈ തലവേദന ടാബ്ലറ്റ്സ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, ഗട്ട് ക്ലിയർ ആക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പെയിൻ കില്ലറിൻ്റെ മേലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അതും സെറ്റാവും. ഒരുപാട് പ്രശ്നങ്ങളുടെ റൂട്ട് കോസാണല്ലോ ഈ ഗട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഈ ഗട്ടിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ വയറാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്തുള്ള ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് പ്രധാനം. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിൻ്റെ അകത്താണ് നമ്മുടെ മൊത്തം അസുഖങ്ങൾ കിടക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ കൺസെപ്റ്റൊക്കെ മാറ്റണം. നമ്മളിപ്പോൾ അടുത്താണ് മലയാളികൾ കൂടുതലായിട്ടും ഈ ഗട്ട് എന്ന് പറഞ്ഞ വാക്കും അതിൻ്റെ ഒരു ഹെൽത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഇറങ്ങുന്ന ഐസ്ക്രീംസിൻ്റെ അകത്ത് പോലും പ്രോബയോട്ടിക്സ് എന്നൊക്കെയുള്ള ടേംസൊക്കെ ഉൾപ്പെടുത്തി. മുന്നേ അത്ര ഫെമിലിയർ ആയിരുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ ഈ ശരീരത്തിനകത്ത് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അതിനകത്ത് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളുണ്ട്. ഈ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സിബോ എന്ന് പറയും. ഇതൊക്കെ പുതിയ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ടോപ്പിക്സാണ്. സ്മോൾ ഇൻഡസ്ട്രിയിലെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, ചെറുകുടലിൽ
ബാക്ടീരിയൽ എണ്ണം കൂടുക, കമ്പാരിറ്റീവ്ലി വൻകുടലിനേക്കാൾ കൂടുതൽ ഇപ്പുറത്തോട്ട് കാണാം. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് ബ്ലോട്ടിങ്, വയറ് വീർക്കും, ഇൻഡൈജഷൻ ഉണ്ടാവും, ദഹനക്കേട് ഉണ്ടാവും, ലൂസ് മോഷൻ, ഡയറിയ പോലത്തെ ഒക്കെ. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കണ്ടീഷനാണ് IBS, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. ഇതെല്ലാം തന്നെ നമുക്ക് ഗട്ട് ഇഷ്യൂസ് ക്ലിയർ ആക്കും, ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആക്കുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചില കേസുകൾ ഞാൻ പേഷ്യൻസിന് അടുത്ത് പറയാറുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വിട്ടുമാറാത്ത IBS ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രോബയോട്ടിക്സ് എടുത്താൽ മതി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ പ്രോബയോട്ടിക്സിൻ്റെ നല്ല സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പ്രോബയോട്ടിക്കിന് കേട് തന്നെ കിട്ടാനുണ്ട്, തൈര് കിട്ടാനുണ്ട്, അതുപോലെ കൊമ്പൂച്ച എന്ന് പറഞ്ഞ ഡ്രിങ്ക് ഉണ്ട്, യോഗട്ട്, ഇതെല്ലാം പ്രോബയോട്ടിക്സ് ആണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ അകത്തുള്ള നല്ല ബാക്ടീരിയൽ എണ്ണം കൂടും, നമ്മുടെ ഇഷ്യൂസ് ഒന്നും കൂടെ സോൾവ് ആക്കാൻ ഉപകരിക്കും. ഇപ്പോൾ ഈ പരിധി വരെയൊക്കെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് തന്നെ വയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മരുന്നില്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്, ഡൈജസ്റ്റീവ് എൻസൈം, തീർച്ചയായും, അതുപോലെ കുർക്കുമിൻ, പ്രോബയോട്ടിക്സ്, ഫ്ലോറ അല്ലേ. ഓക്കെ, അപ്പോൾ വയറ് എന്തൊക്കെയാ ഒരു നോർമൽ ഒരാൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കുറച്ച് ടിപ്സ് പറയാമോ ടു ഹീൽ ദെയർ ഗട്ട്? കാരണം ഈ ആസിഡിറ്റി, ബ്ലോട്ടിങ്, ഇതൊക്കെ ഭയങ്കര കോമൺ. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ശരീരം ചിലപ്പോൾ ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പോൾ ഈ അസിഡിറ്റിയുടെ കേസ് എടുക്കാം, ഒരുവിധം എല്ലാ മനുഷ്യന്മാരും ഈ അസിഡിറ്റി പ്രശ്നം അനുഭവിക്കുന്നുണ്ടാവും, ഒരു വൺ കൈൻഡ് ഓഫ്. അപ്പോൾ നമ്മൾ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുളിച്ചതായിട്ട് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമൺ മലയാളി ഒമിപ്രസോളോ അല്ലെങ്കിൽ പാൻറ്റപ്രസോളോ വാങ്ങി കഴിക്കും, അറ്റ്ലീസ്റ്റ് റാൻഡാക്കെങ്കിലും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അസിഡിറ്റിയുടെ പ്രശ്നം ഹൈപ്പർ അസിഡിറ്റി കൊണ്ടാവണമെന്നില്ല. അസിഡിറ്റി കൂടുന്നത് പോലെ തന്നെ അസിഡിറ്റി കുറയാനും ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും നല്ല ടെസ്റ്റ് സോഡ ടെസ്റ്റാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ള് അപ്പസോഡ, ബേക്കിംഗ് സോഡ കലക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് കുടിക്കാം. വിത്തിൻ ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഗ്യാസ് ഫോം ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അസിഡിറ്റി ഓക്കെയാണ്, ഹൈപ്പർ അസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ്. അതൊരു കെമിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് പുറത്തോട്ട് ഇജക്റ്റ് ആവണം. നമ്മളൊരു ബേക്കിംഗ് സോഡ കലക്കി കുടിച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കുന്നത് നമുക്ക് അസിഡിറ്റിയുടെ കുറവുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇത് അസിഡിറ്റി കുറഞ്ഞാലും ദഹനക്കേട് ഉണ്ടാവാം. ഇപ്പോൾ ചിക്കൻ പോലത്തെ ഹൈ പ്രോട്ടീനൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദഹിക്കാൻ ഒരുപാട് ആസിഡ് വേണം. അപ്പോൾ അതില്ലാത്തൊരു മനുഷ്യൻ അത് കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വയറുവേദന ഉണ്ടാവും, അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തരം ആളുകൾ പിന്നെയും ആൻറ്റാസിഡ് വാങ്ങി കഴിച്ചെന്നുണ്ടാവും, ഉള്ള ആസിഡ് പോലും കുറയുക ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെ റോൾ ഔട്ട് ചെയ്ത് അസിഡിറ്റി കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നല്ല ബെസ്റ്റ് മെഡിസിനാണ് ആപ്പിൾ സിഡർ വിനെഗർ. അത് ഡൈലൂട്ട് ചെയ്തുകൊണ്ട് കഴിക്കാം. അപ്പോൾ ആ പ്രശ്നം അവസാനിച്ചു. ഇനി അസിഡിറ്റി കൂടിയതാണെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ വയറിന് തണുപ്പിക്കുന്ന രീതിയിലുള്ള ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കക്കരിക്ക, ചെറുപഴം, അനാറ് പോലത്തെ മാതള നാരങ്ങ, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഹീറ്റ് കുറയ്ക്കാനും ഇഷ്യൂസ് മാറാനും ഉപകരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തൈര് നല്ലൊരു വയർ തണുപ്പിക്കുന്ന ഒരു ഫുഡാണ്, സോഴ്സാണ്. അതെ. ഓക്കെ, ഞാൻ ഇനി ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ നോർമലി ഇന്ത്യൻ ക്ലോസറ്റ് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലായിടത്തും യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് മാറി. പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് ഇന്ത്യൻ ക്ലോസറ്റാണ് ആക്ച്വലി ഒരു റൈറ്റ് പൊസിഷൻ ഫോർ ദി. അപ്പോൾ ഒരു മുട്ടുവേദനയുള്ള ഒരാൾക്ക് പക്ഷേ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെരിക്കോസ് വെയിനുള്ളവർക്കും പല പല ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ശരിക്ക് ഒരു ഐഡിയലി ഏത് ടൈപ്പ് ഓഫ് ക്ലോസറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റ് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ കൂടെ ഭാഗം അല്ലാതായിപ്പോയി. യൂറോപ്യൻ ക്ലോസറ്റ് വെക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മൾ. അപ്പോൾ അതിന് ശരിക്കും ഇന്ത്യൻ പോസ്ചർ ഇസ് എ ഗുഡ് പോസ്ചർ. നമുക്കതിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡിഫിക്കേഷൻ, വിസർജനം നടക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം ആനൽ പോസ്ചർ കറക്റ്റാവും, പ്രോപ്പറായിട്ട് അത് പുറത്തോട്ട് പോകും. യഥാർത്ഥത്തിൽ യൂറോപ്യൻ ക്ലോസറ്റിൽ ഉപയോഗിക്കുമ്പോൾ പോലും ലെഗ് കുറച്ച് പൊക്കി വെക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കാല് ലേശം ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള സ്റ്റൂളുകളും അതുപോലെയുള്ള ഹോൾഡേഴ്സൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ സാധാ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ സിറ്റിംഗ് പോസ്ചറാണ്. അപ്പോൾ അതിനെ ഒന്നും കൂടെ അപ്ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തോട്ട് കാല് കയറ്റി വെക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സ്റ്റൂളുകൾ, ബക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ ഇത്തരം സംഗതി ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഈസിലി അത് ക്ലിയർ ആവും. അതാണ് എൻ്റെ യഥാർത്ഥ പോസ്ചർ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതിനെ പറ്റി അത്ര അവെയർ അല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ മുട്ടുവേണ്ട കേസ് പറഞ്ഞ പോലെ അവരാണ് ഇത് ഏറ്റവും ഇപ്പോൾ സ്ഥിരമായിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. പഴയ ആൾക്കാരൊക്കെ അവർക്ക് ചിലപ്പോൾ ഒരു സംതൃപ്തി കുറവൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള ഈ മുട്ടിൻ്റെ പ്രശ്നമാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ അത്തരം കേസുകളിൽ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാതെ യൂറോപ്യൻ ക്ലോസറ്റ് ചൂസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മെഷർമെൻറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോൺ അഡിക്ട്സ് ആണല്ലോ പൊതുവെ എല്ലാവരും. പിന്നെ ഈ കമ്പ്യൂട്ടർ എല്ലാവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. അഗൈൻ പ്രൊഫഷൻ കമ്പ്യൂട്ടറും പേഴ്സണൽ മൊബൈലും ആണിപ്പോൾ. അപ്പോൾ ആ സിറ്റിംഗ് പോസ്ചർ നമ്മളുടെ നെക്കിനെയും സ്പൈനിനെയൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി കോസിങ് ലോട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വല്ല സൊല്യൂഷൻസ് ഉണ്ടോ? ദാറ്റ് ഇസ് വൺ തിങ്. സെക്കൻഡ്,
ഇതിനെ നമുക്കിപ്പോൾ ലൈക്ക് അഗെയിൻ ഇത് കുട്ടികൾ പോലും ഇപ്പോൾ ആ ഒരു പോസ്റ്ററിലേക്ക് മാറി മാറി വരികയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനോ പറ്റിയ സൊല്യൂഷൻസ് ഉണ്ടോ? നല്ല ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പെടുത്താൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ ടെക്കി ഫീൽഡിലെ ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേസ് എടുക്കാം, ഡോക്ടേഴ്സ് കണ്ടിന്യൂസ്ലി ഒറ്റ സ്ട്രെച്ച് ഇരുത്താണ്. അത് അത്യാവശ്യം ഹെക്റ്റിക് ഷെഡ്യൂളുള്ള ഡോക്ടർമാരാണെങ്കിൽ ഒട്ടും പറയും കൂടി വേണ്ട, അവർ അത്രയും ഇരുത്തിയിരിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്ന ഡ്രൈവേഴ്സ്, IT ഫീൽഡിലെ ആൾക്കാർ, ഡോക്ടേഴ്സ്, ഇവരൊക്കെ നേരിടുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പെയിൻ. അതിൻ്റെ ആദ്യം നമുക്ക് ബാക്ക് പെയിൻ എടുക്കാം. അപ്പോൾ നമ്മൾ കുറേ നേരം ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നീരുകെട്ട് വരും. അപ്പോൾ നമ്മളതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നു? അപ്പോൾ അതിന് ഏറ്റവും നല്ല സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂഷൻ ഒഴിവാക്കുന്നുള്ളതാണ്. സ്കിപ്പ് ചെയ്ത് ചെയ്യുക. എത്രമാത്രം പ്രാക്ടിക്കലാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ കേസ് അത് പ്രാക്ടിക്കൽ ആവാറില്ല, അതും കൂടെ വേണമല്ലോ പറയാൻ. അപ്പോൾ ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്ന ഡ്രൈവേഴ്സിനായി പറയുന്നത് ഒരു അരമണിക്കൂറാകുമ്പോൾ ഒന്ന് വണ്ടി നിർത്തും, അല്ലെങ്കിൽ 100 കിലോമീറ്റർ ആകുമ്പോൾ വണ്ടി നിർത്തുക, ഒന്ന് ഇറങ്ങി ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബാക്ക് ടു വർക്ക്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ടെക്കി ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ കണ്ണിൻ്റെ ഇഷ്യൂസ്, അതുപോലെ നെക്ക് പ്രോബ്ലംസ്. ഇതിൻ്റെ അകത്തൊരു മനസ്സിലാക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് അത്യാവശ്യം ഒരു വെയിറ്റുള്ളൊരു ബോളാണ്, അത് നെക്ക് പോലത്തെ ഒരു സ്റ്റിക്കിന് മേലെ വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, എത്രത്തോളം ലാപ്പ് ഉപയോഗിക്കുന്നു, നമ്മൾ തല താഴ്ത്തുന്ന ഓരോ ആംഗിളിലും നെക്കിൻ്റെ മേലെ സ്ട്രെയിൻ കൂടും. നമ്മൾ എത്രത്തോളം തല ബെൻഡാക്കുന്നത്തോളം കഴുത്തിൻ്റെ മേലെ സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇപ്പോൾ റീൽസ് കണ്ടുകൊണ്ട്, ഇതിൻ്റെ ഒരു അൽഗോരിതം തന്നെ അങ്ങനെയാണ്, ഒരു റീൽസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റീൽസ് വരും. നമ്മളതിനകത്ത് ഒരുപാട് ടൈം ഇൻവോൾവ് ആക്കാനുള്ള ഓൾറെഡി സെറ്റഡാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ പോസ്റ്റ് നമ്മളിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കഴുത്തും അനുബന്ധമായിട്ടുള്ള പേശികളിലും ഈ ബോൺസിൻ്റെ മേലൊക്കെ പെയിൻ വരും. നമുക്കത് പിന്നീട് പെർമനൻ്റ് ആവുകയാണെങ്കിൽ ഒരുപാട് അത് ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സ്റ്റിഫ്നെസ് വന്നിട്ട് അവിടെ ലോക്ക് ആവാനും, അതുപോലെ സെർവിക്കൽ റാഡിക്കുലോപ്പതി, സ്പോണ്ടിലൈറ്റിസ് പോലത്തെ കണ്ടീഷനായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറ്റ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ ഒരുപാട് നേരം നോക്കുന്നതിന് പകരം ഒരു മീഡിയം ടൈം ആകുമ്പോൾ അത് നിർത്തി ഒന്ന് കഴുത്തൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത്, ഏറ്റവും നല്ല എക്സസൈസാണ് ഈ പ്രസ്സിങ് എക്സസൈസ്. നമ്മൾ കഴുത്ത് മുന്നോട്ട് തള്ളി കൈ ബാക്കിലോട്ട് ഇങ്ങനെ തള്ളുക, അതുപോലെ ബാക്കിലോട്ടും സൈഡിലോട്ടും. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞ്, ഇപ്പോൾ മിക്ക ടെക്കി വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു റിലാക്സേഷൻ മസാജൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ഈ ക്ലയൻസിനൊക്കെ. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് വരയ്ക്കാനൊക്കെ ഉപകരിക്കും. ഈ ഒരു നെക്കിൽ വരുന്ന ഈ ഒരു ഡിഫിക്കൽട്ടി നമ്മുടെ ലോവർ ബാക്കിൽ എഫക്റ്റ് ചെയ്യും? റാഡിക്കുലോപ്പതി പോലത്തെ കണ്ടീഷൻസിനൊക്കെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സ്പൈൻ എന്ന് പറയുന്നത് സെർവിക്കൽ മുതൽ കഴുത്ത് മുതൽ കോക്കിക്സ് വരെ, നമ്മുടെ മൂണല്ലെന്ന് പറയുന്ന വാല് വരെ നീണ്ടു നിൽക്കുന്ന ഒരു 33 കശേരുകൾ കൂടിയൊരു ബോണാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എവിടെ പ്രശ്നം വന്നാലും അതിനെ ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ എല്ലാ കേസും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബാക്ക് പെയിൻ അത് കുറേ നേരം ഇരുന്നാൽ മാത്രം സംഭവിക്കുന്ന സംഭവം കൂടിയല്ല. അപ്പോൾ ബാക്ക് പോക്കറ്റിൽ പേഴ്സ് വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ കുറേ നേരം ഇരിക്കണമെന്നില്ല. ഈ ഷിയാറ്റിക് നെർവിൻ്റെ കംപ്രഷൻ വന്നുകൊണ്ട് ബാക്ക് പെയിൻ വരാനും ആ വേദന കാലോട്ട് കടന്നിറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ചേർത്ത് വായിക്കണം. എന്തുകൊണ്ടാണ് എക്സാക്റ്റ് കണ്ടെത്താൻ നല്ലത്. ഇപ്പോഴത്തെ ഈ ജനറേഷന് കൂടുതൽ മുട്ടുവേദന വരുന്നുണ്ട്, യങ് ഏജസിൽ തന്നെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്? നമ്മൾ നേരത്തെ ഈ ഇന്ത്യൻ ക്ലോസറ്റിൻ്റെയും യൂറോപ്യൻ ക്ലോസറ്റിൻ്റെയും കാര്യം പറഞ്ഞിലേക്ക് കടക്കേണ്ടി വരും. എക്സ്പെക്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നേ മുട്ടുവേദന എന്ന് പറയുമ്പോൾ ഒരു 60+ ആണ്. ഇപ്പോൾ അത് 20 to 30+ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേഷ്യൻസിനോട് ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, നമ്മുടെ ഫാദർ മദറൊക്കെ, അവരൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ്. പാടത്തും പറമ്പത്തൊക്കെ പണിയെടുത്തിട്ട് പോലും അവർക്ക് ഇങ്ങനെ ഈ ഒരു ഏജിൽ മുട്ടുവേദന ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് ഹാർഡ് വർക്ക് കുറഞ്ഞു, വർക്ക് മാത്രമായിട്ട് മാറി. ഇപ്പോൾ നമ്മളെല്ലാവരും പണിയെടുക്കുന്ന ആൾക്കാരാണ്, പക്ഷേ എന്താണ് അത്ര മേലനങ്ങി പണിയെടുക്കുന്ന പണികൾ കുറവാണ്. കൂടുതലും കിച്ചണിൽ കിടന്ന് കെട്ടിത്തിരിയുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്ലൂ കോളർ വൈറ്റ് കോളർ ജോബ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% ഓഫ് ജോബ് നമ്മൾ നിന്നിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ത്രീകളെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ചെയ്യുന്ന പണികൾ കൂടുതലും നിന്നിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്ക്, മുന്നത്തെ കാലത്ത് ഒരു പാത്രം കഴുകാൻ വീട്ടിലൊരു കൊട്ടത്തളം ഉണ്ടായിരിക്കും, അവിടെ പോയിട്ട് ഇരുന്ന് പാത്രം കഴുകും. ഇപ്പോൾ മീൻ നന്നാക്കലാണെങ്കിൽ അങ്ങനെ ഇത് എല്ലാ കാര്യങ്ങളും കുറേ സമയം ഇരുന്നിട്ടായിരുന്നു. ഇപ്പോൾ തേങ്ങ ചിരകൽ ഇതെല്ലാം ഇപ്പോൾ എന്തായി, നിന്നിട്ടായി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇരുന്ന് ചെയ്യേണ്ട പല പണി നിന്നിട്ടായി. പാത്രം കഴുകുന്ന എല്ലാം, ഫുഡ് ഉണ്ടാക്കലടക്കം. അപ്പോൾ അതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് നേരം നിൽക്കുമ്പോൾ മുട്ടിനകത്ത് ലോഡ് വരും. അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ മുട്ടിന് സ്ട്രെയിൻ കൊടുക്കുന്ന ഭാരം എടുത്ത് നടക്കുക, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറുക, ഇത് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഒരു 6 മണിക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ 12 മണി വരെ കിച്ചണിലായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ എത്ര ശതമാനം ഇരിക്കുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ മൈന്യൂട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ നിൽക്കുന്ന സമയത്ത് മുട്ടുവേദന വരും. അതാണൊരു ഇഷ്യൂ. അപ്പോൾ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണം. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പേഷ്യൻസ് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ നിങ്ങൾ എത്ര കാലം ഇത് തുടങ്ങിയിട്ടും,
അപ്പോൾ അവർ പറയും 5-6 മാസമായി. ഓക്കെ, നിങ്ങൾ ചമ്രം പടിഞ്ഞിരിക്കാറുണ്ടോ? അതില്ല. ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാറുണ്ടോ? അതില്ല. പെരുന്നാളിനെങ്കിലും താഴ്ത്തിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഈ മടങ്ങുന്ന മുട്ടിനെ മടക്കാതെ എടുത്തു വെച്ച് പിന്നീട് മടക്കുമ്പോൾ വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശരികേടുണ്ട്. മുട്ടെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഫങ്ഷനിങ് ആവേണ്ട ഒരു ഓർഗനാണ്, അതൊരു ജോയിൻ്റാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് മടക്കി നിവർത്താതെ ഇതെങ്ങനെയാണ് മടങ്ങുക? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ മുട്ട് മടക്കാനായിട്ട് മരുന്നില്ല, അത് തരാൻ പറ്റില്ല. ആരാ മടക്കേണ്ടത്? പേഷ്യൻ്റ് മടക്കണം. അത് മടക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾക്കേ മരുന്ന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മടക്കുമ്പോൾ പെയിൻ ഉണ്ടാവും, നീരുകെട്ട് ഉണ്ടാവും, ചിലപ്പോൾ സൗണ്ട്സ് വരുന്നുണ്ടാവും. നമുക്ക് അതിന് മെഡിസിൻ എഴുതാം, പക്ഷെ അപ്പോൾ ആരും മടക്കണം. ഇപ്പോൾ ഞാൻ മെഡിസിൻ കൊടുത്തു, അവരുടെ മുട്ടുവേദന മാറി എന്ന് വിചാരിക്കുക, പക്ഷേ പേഷ്യൻ്റ് മടക്കാൻ വില്ലെങ്കിലെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഉപകാരമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി മടക്കണം എന്ന് ഞാൻ പറയാം. മടക്കിയിട്ട് അത് എത്രത്തോളം മാക്സിമം ചെയ്യാൻ പറ്റും. ഒരു ഇൻവോൾവ്മെൻറ്റ് പേഷ്യൻ്റെ ഭാഗത്തു നിന്ന് കൂടെ വരണം. ഇപ്പോൾ യങ് ജനറേഷനിൽ പെട്ട ആൾക്കാർ ഏറ്റവും വലിയ പ്രശ്നം, അവർ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ജിമ്മിൽ പോകുന്ന ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് മുട്ടിന് സ്ട്രെയിൻ കൊടുക്കുന്ന സയൻറ്റിഫിക് അല്ലാത്ത രീതിയിൽ പോസ്റ്റേഴ്സ്, അപ്പോൾ ഉദാഹരണത്തിന് സ്കോട്ട്, ലെഗ് പ്രസ് പോലത്തെ എക്സസൈസുകൾ കറക്റ്റ് അല്ലാതെ ചെയ്യാം. അപ്പോൾ അവർ മുട്ടിന് ഡാമേജ് വരും. നീ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യുക, അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ആവുക, അതൊന്ന്. മറ്റൊന്നെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ജോലി അവർ ശ്രദ്ധിക്കാതെ ഒരുപാട് നേരം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് കറക്റ്റ് ചെയ്യാം. ഒരു അരമണിക്കൂറൊക്കെ നിന്ന് പണിയെടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്ന് പണിയെടുക്കാം. അപ്പോൾ ഞാനൊക്കെ ഈ ഇതെടുത്ത് ടിപ്സ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പാത്രം കഴുകാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ ഒറ്റടി കഴുകണ്ട, ഒരു അരമണിക്കൂറോ നിങ്ങൾ ബ്രേക്ക് എടുത്ത് വന്ന് പച്ചക്കറിക്ക് അരിയാണെങ്കിൽ അരിഞ്ഞു, ബാക്കി പാത്രം പിന്നെ കഴിക്കാൻ അതാരും എടുത്തുകൊണ്ട് പോകില്ലല്ലോ. അപ്പോൾ അത് മാറ്റി മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇമ്പാക്റ്റ് കുറയ്ക്കാനും ഈ പെയിൻ മാറാനും ഉപകരിക്കും. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മരുന്നില്ലാതെ തന്നെ പരമാവധി പിടിച്ച് നിൽക്കാൻ പറ്റും. ഇത് നമ്മളാദ്യം നമ്മുടെ പേഷ്യൻ്റ് വന്ന എഫേർട്ട് വന്ന് മരുന്ന് ഈ ഇതൊന്നുകൊണ്ട് മാറാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. ഇതായതിന് എന്താണ്? മുട്ടുവേദന എന്ന് പറയുമ്പോഴേക്കും ചാടിക്കറി മരുന്നെടുക്കുകയാണ്. ആ കൺസെപ്റ്റാണ് മാറേണ്ടത്. ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടറുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഒരാൾ ലൈഫിൽ പാലിക്കേണ്ട കുറച്ച് ടിപ്സ് തരാമോ? ബിക്കോസ് റിലേറ്റഡ് വിത്ത് പെയിൻ, മുട്ടുവേദന, വെരിക്കോസ് വെയിൻ, ഹെഡ് ഏക്ക്, മൈഗ്രെയിൻ. ചോദിക്കാനുള്ള കാരണം, ഈ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന മോഡലിൽ നാളെ മുതൽ ലൈഫിൽ കൊണ്ടുവരേണ്ട ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഹി ക്യാൻ. അത് ഏറ്റവും ബെസ്റ്റ് യുനാനിയുടെ കൺസെപ്റ്റ് പറയുമായിരിക്കും. ഇപ്പോൾ യുനാനിയിൽ 6 എസെൻഷ്യൽ ഫാക്ടേഴ്സ് സംഭവമുണ്ട്. 6 നിർണായക ഘടകങ്ങൾ. നിർബന്ധമായിട്ടൊരു മനുഷ്യൻ കൃത്യമായിട്ടും പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കേണ്ട 6 സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ തൊട്ട് മരണം വരെ സംഭവിക്കാം എന്ന് പറയുന്നുണ്ട്. അതിന് യുനാനി ഭാഷയിൽ അസ്ബാബ് ചിത്ത സരൂരിയ എന്ന് പറയും. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അറ്റ്മോസ്ഫിയറിക് എയറാണ്, നമ്മൾ ശ്വസിക്കുന്ന വായു. അത് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞു. അപ്പോൾ അത് ആദ്യം പ്രോപ്പറാക്കുക. നല്ല വായു ശ്വസിക്കാനുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ മാറും. പിന്നെ നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ പല അസുഖവും കാരണം. ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അവിടെ നമുക്ക് കാണാൻ പറ്റുക മലപ്പുറം പോലത്തെ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന പോലെ ഈ കഞ്ഞി പയറൊക്കെ ഗൾഫിൽ, നമ്മുടെ നാട്ടിലോ ഗൾഫ് ഫുഡാണ്, മന്തി ഷവായ പോലത്തെ. അപ്പോൾ ലാസ്റ്റ് കുഴി മന്തി പോയിട്ട് ലാസ്റ്റ് കുഴി മാത്രം ബാക്കിയാവും. അപ്പോൾ ഈ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്തുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോൾ ഉറങ്ങുന്നു, എപ്പോൾ എഴുന്നേൽക്കുന്നു, സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ് അത് പ്രോപ്പറാക്കുക. പിന്നെ പേഷ്യൻസിനോട് പറയുന്ന മറ്റൊരു ഇതാണ്, നമ്മൾക്ക് ഹർക്കത്ത് ഉണ്ടെങ്കിൽ വർക്കത്ത് ഉണ്ടാവും എന്ന് പറയും. നമ്മൾ ചലിച്ചാലാണ് നമ്മുടെ ശരീരത്തിന് അതൊരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ എടുക്കുന്ന പണികൾ എന്താണ്? ഈ സിറ്റിംഗ് ജോബ്സാണ്. അപ്പോൾ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇതേപോലെ മെൻ്റലി എന്ത് ചെയ്യുക? ഈ പറയുന്ന റെസ്റ്റും സംഭവം കൊടുക്കുക. മെൻ്റൽ ഹെൽത്തും ഓക്കെ ആയില്ലെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്കൽ ഹെൽത്തോട് വലിയ മെച്ചമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡ്, കഴിക്കുന്ന ഭക്ഷണം, ബോഡിയുടെ മൂവ്മെൻറ്റ്, മെൻ്റൽ ഹെൽത്ത്, എയർ, ലാസ്റ്റ് നമ്മുടെ എക്സ്ക്രീഷൻ, പ്രോപ്പറായിട്ടുള്ള മോഷൻ കറക്റ്റാകുക. ഇതെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഹെൽത്തിട്ട് ഇരിക്കാൻ പറ്റും. ഇതിനകത്ത് താളപ്പിഴവ് വന്നോ പ്രശ്നങ്ങളാവും. ഭൂമി നേച്ചർ ക്യൂർ ആൻഡ് വെൽനസ് ക്ലിനിക്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്ന സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ യുനാനി, ആയുർവേദം, നാച്ചുറോപ്പതി തുടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. എല്ലാ ഡോക്ടർമാരും ജനറൽ ഡോക്ടർമാരാണ്. തുമ്മൽ മുതൽ ഇൻഫെർട്ടിലിറ്റി വരെ ചികിത്സയുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളടുത്ത് കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത് ഈ പെയിനുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്. അത് കഴുത്ത് മുതൽ കാല് വരെയുള്ള വേദന, തരിപ്പ്, കടച്ചിൽ എല്ലാം ഓൾ പാക്കേജാണ്. പിന്നെ എസ്പെഷ്യലി സ്കിൻ കേസുകൾ, സോറിയാസിസ് പോലത്തെ കേസുകൾ, അതൊക്കെ നമുക്ക് എഫക്റ്റീവ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾക്ക് മരുന്നില്ല, അല്ലെങ്കിൽ അത് ഒരിക്കലും മാറത്തില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരിക്കും നല്ലൊരു സ്കിൻ കെയറിന് ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സോറിയാസിസിലേക്ക് ആദ്യം വരാം. സോറിയാസിസ് അതുപോലെ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. സ്വന്തം ശരീരം നമുക്കതിനെ തന്നെ തിരിയുന്നൊരവസ്ഥ. അത് നമ്മുടെ ഒരു ബോഡിയുടെ ഒരു, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഒരു ഫോൺ ബാറ്ററി കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ ബാറ്ററി മാറ്റിയിടാം, അത് വർക്കാവും. പക്ഷേ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡ് എന്ന സോഫ്റ്റ്വെയർ വേണം, അല്ലെങ്കിൽ iOS വേണം.
ഇത് തകരാറായി കഴിഞ്ഞാൽ കമ്പനി നേരാക്കി തരണം. ഇതേപോലെ നമ്മുടെ ഈ സോറാറ്റിക് കേസുകൾ അത് നമ്മുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂസാണ്, ഹാർഡ്വെയർ ഇഷ്യൂസ് അല്ല. അപ്പോൾ അത് നമുക്കിപ്പോൾ റീസെൻ്റ്ലി പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ പറയുന്ന ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ് പലതും സംഭവിക്കുന്നത് നമ്മുടെ ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളതാണ്. ഇപ്പോൾ ഗ്ലൂട്ടൻ ഇൻടോളറൻസ്, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ചപ്പാത്തി, ആട്ട, മൈദ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഇതിൻ്റെ അകത്തുള്ള ഗ്ലൂട്ടൻ എല്ലാവർക്കും ഒരേപോലെ ദഹിക്കില്ല. അപ്പോൾ അത് ശരീരത്തിനകത്ത് ടോക്സിസിറ്റി കൂട്ടി ഇതിനെതിരെ ശരീരം ഒരു റെസ്പോൺസ് നടത്തും. അത് ഇതേപോലത്തെ കണ്ടീഷനായിട്ട് മാറുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഇപ്പോൾ സ്കിൻ കേസുള്ള ആളുകൾക്ക്, ഒരുവിധം ആളുകൾക്ക് ഗ്ലൂട്ടൻ മാറ്റി നിർത്തിയാൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് കുറഞ്ഞ കണ്ടിട്ടുണ്ട്, ഈവൻ സോറിയാസിസ് പോലും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒന്നുകൂടി ആൾക്കാർ കോൺഷ്യസ് ആണ് സ്കിന്നിന് പറ്റിയിട്ട്. അപ്പോൾ അതിൽ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്കിന്നിൻ്റെ ഹെൽത്ത് കൂട്ടുന്ന ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫുഡുകൾ കഴിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് അവക്കാഡോ, അതുപോലെ നെല്ലിക്ക, ഇതൊക്കെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡുകളാണ്. ഇത് കഴിക്കാം. പിന്നെ നമുക്ക് സെറംസ് ഉപയോഗിക്കാം, ഫേസ് സെറം ഉപയോഗിക്കാം. ഡ്രൈനസ് ഉള്ള ആളുകളാണെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാം. എസ്പെഷ്യലി നമ്മുടെ സൺസ്ക്രീൻസാണ്, ഈ SPF 50 മേലെയുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കാൻ നമ്മൾ ഈ അൾട്രാവയലറ്റ് രശ്മികൾ വന്ന് നമ്മുടെ സ്കിന്ന് ഡാമേജ് ഉണ്ടാക്കുന്നതൊക്കെ തടയാൻ പറ്റും. അങ്ങനൊരു പിന്നെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഹെൽത്തി ഫുഡുകൾ കഴിക്കാം. അപ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ ഒരു നോർമൽ കോംപ്ലക്ഷനൊക്കെ നിലനിർത്താൻ പറ്റും. വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് ആണോ മെയിൻലി ആൻറ്റി ഓക്സിഡൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത്? തീർച്ചയായിട്ടും വൈറ്റമിൻ സി നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ നെല്ലിക്കൽ അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന സെറത്തിൻ്റെ അകത്ത് മിക്കതും വിറ്റാമിൻ സി റിച്ച് ആണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഹെൽത്ത് കൊടുക്കാനും സ്കിന്നിന് നറിഷാവാനൊക്കെ അത് ഉപകരിക്കാറുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഫീൽഡാണ് ഇപ്പോൾ. എല്ലാവരും സെറത്തിൻ്റെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പക്ഷേ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഉറക്കം, ഹെൽത്തി ആയിട്ടിരിക്കുന്ന എക്സസൈസുകൾ, ഫുഡുകൾ, ഇതെല്ലാം പ്രോപ്പറാക്കിയതിന് ശേഷം ഈ പറയുന്ന കോസ്മെറ്റിക്കിലേക്ക് തിരിയുക. ആദ്യം നമ്മൾ ആ ഫൗണ്ടേഷൻ സെറ്റാക്കണം. സോ താങ്ക് യു ഡോക്ടർ. വളരെ വിലപ്പെട്ട കുറേ ഇൻഫർമേഷനാണ് ഡോക്ടർ തന്നത്. ഈ പോഡ്കാസ്റ്റ് കണ്ട എല്ലാവർക്കും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. ആൻഡ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ. ബ്രിങ്ങിങ് ഹാപ്പിനെസ്, സന്തോഷം തിരിച്ചു കൊണ്ടുവരാൻ പറ്റട്ടെ. യെസ്. സോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഉമർ മുക്താർ ഫ്രം ഭൂമി വെൽനസ് കെയർ ആൻഡ് വെൽനസ് ക്ലിനിക്, കൂട്ടനാടും വടക്കേക്കാടുമാണ് ഉള്ളത്, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ പോഡ്കാസ്റ്റിന് താഴെ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡോക്ടറിൻ്റെ സർവീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദ ക്ലിനിക് ആൻഡ് യു ക്യാൻ ഗോ ആൻഡ് വിസിറ്റ് ഹിം. സോ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളൊന്ന് ഡോക്ടർ പറഞ്ഞു തന്നു. നമുക്കെല്ലാം അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അസുഖങ്ങളില്ലാതെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് വിൽ സീ ഇൻ ദി നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. ടേക്ക് കെയർ. ബൈ.